തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്താണ് വേണ്ടതെന്ന് ഈ ഉഗ്രസേന ഘോര പറഞ്ഞു തരാം. ഓ ആയിക്കോട്ടെ. ഗഗൻ, നമ്മളങ്ങനെ തോറ്റു എന്ന് കരുതാൻ പറ്റാത്ത ചില വാർത്തകളാണ് നാഗ ഇപ്പോൾ പറഞ്ഞത്. എല്ലാം നമ്മുടെ ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം. ദേവൂട്ടിയും സന്ദീപും ഇപ്പോഴും ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ലെന്ന്. അതിനർത്ഥം ദേവൂട്ടി ഇപ്പോഴും കന്യകയാണെന്ന്. ഇനി 41 ദിവസം കഴിഞ്ഞ് അവരുടെ കല്യാണം നടത്തുകയുള്ളൂ എന്നാ സന്ദീപിന്റെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളോട് രണ്ടുപേരോടുമായി ഞാനൊരു കാര്യം പറയാം. ഈ 41 നാളുകൾക്കകം അവളെ എത്രയും വേഗം ഇവിടേക്ക് കടത്തിക്കൊണ്ടുവരിക. അത് നിങ്ങളുടെ ചുമതലയാ. വഴി ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അത് ഭംഗിയായി പാളിപ്പോകാതെ നടത്തേണ്ടത് നിങ്ങളാണ്. എന്ത് വേണമെന്ന് ഘോര പറഞ്ഞാ മതി. ഇനിയൊരു അബദ്ധം പിണയാതെ ഞാൻ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഇത്രയും മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളായി പോയല്ലോ. ഞാനും എന്റെ മക്കളും അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഉടനെ അങ്ങ് ഇറങ്ങി ചാവാൻ പോവാണോ? അങ്ങനെ ചത്തു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട്? ഈ ദുഷ്ടന്മാരിൽ നിന്ന് ഞങ്ങളെ ആര് രക്ഷിക്കും? നിങ്ങൾ ഇത്രയും മനക്കെട്ടിയില്ലാത്ത ഒരാളായി പോയല്ലോ. അങ്ങനെ ഒരാളായിട്ട് മാത്രം രക്ഷപ്പെടാനാണെങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ? മരിക്കാനാണെങ്കിൽ എല്ലാവർക്കും കൂടി വല്ല വിഷവും വാങ്ങി തിന്ന് ഒരുമിച്ചങ്ങ് തീരാം. അതല്ലേ നല്ലത്? അച്ഛാ, ചായ. അച്ഛാ, ആത്മഹത്യൊന്നും ഒന്നിനൊരു പരിഹാരമല്ല. ഇപ്പൊ നമുക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ എല്ലാരും കൂടി ആലോചിച്ച് യുക്തമായ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അമ്മേ, ഈ വീടും കടയും കൊടുത്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ? അങ്ങനെ ഒളിച്ചോടുന്ന എന്തിനാ? ഇത് നമുക്ക് അവകാശപ്പെട്ട ഭൂമിയാ. അയാളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് നമ്മൾ ആദ്യം വാങ്ങിയ കാശും മാന്യമായ ഒരു പലിശയും തിരിച്ചു കൊടുക്കും. അതല്ലാതെ അയാൾ പറയുന്ന കള്ളക്കണക്കുകളൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനും വേണല്ലോ നല്ലൊരു തുക. അതിനിപ്പോ എന്ത് ചെയ്യും? അമ്മേ, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്ത് പോയി സന്ദീപേട്ടനോടും ദേവൂട്ടിയോടും തുറന്നു പറയണം. നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാവുമ്പോ സന്ദീപേട്ടൻ കാര്യമായിട്ട് എന്തെങ്കിലും സഹായിക്കാതിരിക്കില്ലല്ലോ. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു അച്ഛാ. മറ്റാരോടും അല്ലല്ലോ, സന്ദീപേട്ടനോടല്ലേ നമ്മൾ സഹായം ചോദിക്കുന്നത്. നമ്മുടെ ഈ അവസ്ഥ അറിയുമ്പോ സന്ദീപേട്ടൻ സഹായിക്കാതിരിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാ, ദേവൂട്ടിക്കും കൂടി വേണ്ടിയല്ലേ അന്ന് ആ കാശൊക്കെ നമ്മൾ വാങ്ങി ചെലവാക്കിയേ. അക്കാര്യം അവക്കും അറിയാലോ. അവള് പറഞ്ഞ സന്ദീപ് നമ്മളെ സഹായിക്കാതിരിക്കില്ല. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം.
എത്രയും വേഗം അവന്റെ ഇടപാട് തീർക്കണം. ആ